أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله اللهم صل على سيدنا محمد وآله وصحبه أجمعين നൂറുൽ ഇളാഹ പഠനം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് വുളൂ ചെയ്യുന്നവർക്ക് കറാഹത്തുള്ള കാര്യങ്ങൾ ആണ് പറയാൻ പോകുന്നത്. ഇവിടെ വളരെ പ്രധാനപ്പെട്ട 6 കറാഹത്തുകളാണ് പറയുന്നത്. നേരത്തെ പറഞ്ഞ അദബിൻ്റെ ലിദ്ദായി വരുന്നതൊക്കെ കറാഹത്താണെങ്കിലും ഇവിടെ പ്രധാനപ്പെട്ട 6 കറാഹത്തുകളാണ് പരാമർശിക്കുന്നത്. ഏതൊക്കെയാണ് 6 കാര്യങ്ങൾ? 1, വെള്ളം അമിതമായി ഉപയോഗിക്കുക. വെള്ളം അമിതമായി ഉപയോഗിക്കുക അത് പാടില്ല. കാരണം സഅദ് റളിയല്ലാഹു അൻഹുവിൻ്റെ സമീപത്തു കൂടെ റസൂലുള്ളാഹി തങ്ങൾ നടന്നു പോകുമ്പോൾ സഅദ് വുളൂ ചെയ്യുകയായിരുന്നു. അപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, മാ ഹാദ സറഫു യാ സഅദു, ഇതെന്താണ് സഅദ്, അത്രമാത്രം അമിതമാക്കണത് എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ സഅദ് തിരിച്ചു ചോദിച്ചിട്ടു, അഫിൽ വുളൂ ഇസ്റഫൻ, വുളൂയിൽ ഇങ്ങനെ ഇസ്റാഫ് ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഖാല റസൂൽ പറയാൻ, ഞാൻ അതെ, വഇൻ കുൻത അലാ നഹ്രിൻ ജാരിൻ, ഒലിക്കുന്ന പുഴയുടെ സമീപത്താണെങ്കിലും പാടില്ല. എന്ത് പാടില്ല? ഇസ്റാഫ് പാടില്ല എന്ന്. ഈ ഹദീസ് ഇമാം അഹ്മദ് ഇബ്നു മാജക്ക് ഉദ്ധരിക്കുന്ന ഹദീസാണ്. അതുപോലെ വെള്ളത്തിൽ കുറവ് വരുത്തുക. അതുപോലെ വെള്ളം കൊണ്ട് മുഖത്തടിക്കുക, സംസാരിക്കുക, മറ്റുള്ളവരോട് അകാരണമായി സഹായം ചോദിക്കുക, ഇതൊക്കെയും കറാഹത്തുകളാണ്. നമുക്ക് നോക്കാം. ഫസ്ലുൻ ഫിൽ മക്റൂഹാത്തി, കറാഹത്താക്കപ്പെടുന്ന കാര്യങ്ങളിൽ പറയുന്ന ഫസ്ലാണ്. വയുക്റഹു, കറാഹത്താണ് ലിൽ മുതവദ്ദിഇ, വുളൂ ചെയ്യുന്നവർക്ക്, വുളൂ എടുക്കുന്നവർക്ക് കറാഹത്താണ്. സിത്തത്തു അഷിയാ, 6 കാര്യങ്ങൾ കറാഹത്താണ്. 6 കാര്യങ്ങൾ കറാഹത്താണ്. കറാഹത്ത് പറഞ്ഞാൽ എന്താണ്? വെറുക്കപ്പെട്ടത് എന്ന് പറഞ്ഞാൽ മഹബത്തിന് ലിദ്ദായിട്ടുള്ളത്, ഇഷ്ടമില്ലാത്തത്, ഇഷ്ടപ്പെടാത്തത് എന്നൊക്കെ പറയാം. അപ്പോൾ ഇങ്ങനെ 7 കാര്യങ്ങൾ, 6 കാര്യങ്ങൾ അല്ലേ കറാഹത്താണ്. 1, അൽ ഇസ്റാഫു ഫിൽ മാഇ, വെള്ളം അമിതമായി ഉപയോഗിക്കുക. വെള്ളം ഉപയോഗിക്കുന്നതിൽ അമിതം ചെയ്യുക, ദുർവ്യയം ചെയ്യുക എന്നൊക്കെ പറയാം. വെള്ളം ദുർവ്യയമായി ഉപയോഗിക്കുക, അഥവാ വെള്ളം ഉപയോഗിക്കുന്നതിൽ അമിതം ഉണ്ടാകുക, അമിതമാക്കുക. 2, തഖ്തീറു ഫീഹി, ആ വെള്ളം ഉപയോഗിക്കുന്നതിൽ കുറവ് വരുത്തുക. അതിൽ കുറവ് വരുത്താനും പാടില്ല. പിന്നെ ദറബുൽ വജ്ഹി ബിഹി, വെള്ളം കൊണ്ട് മുഖത്തടിക്കുക, അതും കറാഹത്താണ്. അത് ചില ആൾക്കാർ വുളൂ ചെയ്യുമ്പോൾ മുഖത്തേക്ക് കയ്യിൽ വെള്ളം മുഖത്തേക്ക് എന്താ പറയുക, മുഖത്തേക്ക് വെള്ളം കൊണ്ട് ഒരച്ചടിയാണ് കാരണം. അങ്ങനെയല്ലല്ലോ വേണ്ടത്, അത് ചെയ്യാൻ പാടില്ല എന്നല്ലേ. അങ്ങനെ മുഖത്തടിക്കുക, വെള്ളം കൊണ്ട് മുഖത്തടിക്കുക, അതൊന്താണ്? കറാഹത്താണ്. കാരണം മുഖം വളരെ ഷറഫുള്ള, മനുഷ്യൻ്റെ ശരീരത്തിലെ വളരെയേറെ ഷറഫുള്ള അവയവമാണ് മുഖം. അപ്പോൾ ആ മുഖത്തെ പ്രത്യേകം പരിഗണിക്കേണ്ടതുണ്ട്. അപ്പോൾ ആ പരിഗണനയ്ക്ക് എതിരാണ് ഈ മുഖത്ത് വെള്ളം കൊണ്ടടിക്കുക എന്നുള്ളത്. അപ്പോൾ മുഖം കഴുകുമ്പോൾ വളരെ മയത്തോടെ ചെയ്യാവും. പിന്നെ തക്കല്ലുമു, ഇപ്പം 3 പറഞ്ഞു. വെള്ളം അമിതമായി ഉപയോഗിക്കുക, വെള്ളത്തിൽ കുറവ് വരുത്തുക, വെള്ളം കൊണ്ട് മുഖത്തടിക്കുക. 4, തക്കല്ലുമു ബി കലാമിന്നാസ്, മനുഷ്യരുടെ സംസാരം
സംസാരിക്കുക. ആൾക്കാരെ സാധാരണ വർത്താനം പറയാം, വുളു എടുക്കുമ്പോൾ വർത്താനം പറയാം, അത് കറാഹത്ത. കാരണം എന്താ, വർത്താനം പറഞ്ഞാൽ വുളുവിൻ്റെ സമയത്ത് ചെല്ലാണ്ട് ദിക്റുകളും ദുആകളൊക്കെ നമുക്ക് കഴിഞ്ഞ ക്ലാസ് പറഞ്ഞിരുന്നല്ലോ, അതൊക്കെ നഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെ സംസാരത്തിലേർപ്പെടൽ കറാഹത്താണ്. അടുത്തത് വൽ ഇസ്തിആനത്തു ബിഗൈരിഹി, മറ്റൊരാളോട് സഹായം ചോദിക്കുക, അതും കറാഹത്താണ്. പിന്നെ ഒരു ഉഴുതരും കാരണമില്ലാതെ സഹായം ചോദിക്കുക. ഒരാൾക്ക് എന്തെങ്കിലും അത്യാവശ്യ നിർബന്ധ സാഹചര്യ കാരണങ്ങളുണ്ട്, ഒരാൾക്ക് ഒരു അവയവത്തിന് സ്വാധീനം കുറവാണ്, അപ്പോൾ മുഖം കഴുകാൻ, അതുപോലെ മറ്റുള്ള ഒരവയവത്തിന് ഒരു കയ്യിന് സ്വാധീനം കുറവാണ്, അപ്പോൾ ഇയാൾക്ക് വെള്ളം ചൊരിച്ചെടുക്കാനോ കഴുകാനൊക്കെ ഇപ്പോൾ സാധിക്കൂല. അത്തരം ഘട്ടത്തിലേക്ക് ഒരാളെ സഹായം തേടാമെന്നല്ലാതെ കാരണമൊന്നുമില്ലാതെ സഹായം ചോദിക്കാൻ പാടില്ല. അടുത്തത് തസ്ലീസുൽ മസ്ഹി ബിമാഇൻ ജദീദി, തടവൽ, പുതിയ വെള്ളം കൊണ്ടുള്ള തടവൽ അത് 3 പ്രാവശ്യമാകുക, അതൊരു കറാഹത്താണ്. 3 പ്രാവശ്യം, അങ്ങനെ 3 പ്രാവശ്യമാകുമ്പോൾ അത് കുളിക്കുന്നത് പോലെ കുളിക്ക് തുല്യാകുന്ന കാരണം പറയുന്നത് ഇംദാദുൽ ഫത്താഹിൽ പറയുന്നത്. അപ്പം ഇങ്ങനെ 6 കാര്യങ്ങൾ വുളൂ എടുക്കുന്നവർക്ക് കറാഹത്താണ്. ഈ 6 മാത്രമല്ല കേട്ടോ, നേരത്തെ പറഞ്ഞ അദബുകൾ നേരത്തെ കുറേ നമ്മൾ എണ്ണി പറഞ്ഞിരുന്നല്ലോ, ആ അദബിന് വിപരീതമായി വരുന്നതൊക്കെ കറാഹത്താണെങ്കിലും ഈ 6 പ്രത്യേകം പ്രധാനപ്പെട്ട ഒരു 6 നമ്മൾ പരാമർശിച്ചു എന്നത് മാത്രം. ഇൻഷാ അല്ലാഹ്. വസല്ലല്ലാഹു അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.